നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 60 എപ്പിസോഡുകൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതാനും മത്സരാർത്ഥികൾ മാത്രമാണ് ഷോയിൽ അവസാനിക്കുന്നത്. ഇവരിൽ ഇനി ആരൊക്കെ പുറത്തേക്ക് പോകുമെന്നത് കണ്ടറിയണം. സീസണിലെ ശ്രദ്ധേയരായ മത്സരാർത്ഥികളാണ് ആദില നൂറയും ലക്ഷ്മിയും. ആദില നൂറ ലെസ്ബിയൻസ് കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നതെല്ലാം ലക്ഷ്മി പറഞ്ഞത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വീടിനകത്തും പുറത്തും ഒരുപോലെ ഇത് ചർച്ചാ വിഷയമായി. മോഹൻലാൽ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ലക്ഷ്മിയെ വിമർശിച്ചെങ്കിലും തന്റെ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നു. എന്നാൽ ആദില നൂറയോടുള്ള സമീപനത്തിൽ ലക്ഷ്മിക്ക് മാറ്റമുണ്ടെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ആദിലയും നൂറയും ലക്ഷ്മിയും ഒന്നിച്ചിരുന്ന് ഇന്നലെ വർത്തമാനം പറയുന്നുണ്ട്. ഇതിനിടെയാണ് തങ്ങളെക്കുറിച്ച് ലക്ഷ്മി നടത്തിയ പരാമർശങ്ങളും ചോദ്യങ്ങളും ആദില ഉന്നയിച്ചത്. ഞങ്ങളെ കണ്ട് മകൻ ഇൻഫ്ലുവൻസ് ആകുമെന്ന് പറഞ്ഞതെന്താ എന്നായിരുന്നു ആദിലയുടെ ആദ്യ ചോദ്യം. കണ്ട് ഇൻഫ്ലുവൻസ് ആകും എന്നല്ല, എൻ്റെ കുട്ടി ഓരോ കാര്യങ്ങളും ഏത് പ്രായത്തിൽ അറിയണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഒരു ഗേൾ, ഒരു ബോയ് എന്നിങ്ങനെ ജെൻഡർ ഉണ്ടെന്ന് അവനറിയാം. അതിൽ കൂടുതൽ അവൻ അറിഞ്ഞു തുടങ്ങേണ്ട ഒരു പ്രായമുണ്ട്. ആ സമയത്ത് ഇതെല്ലാം അവൻ അറിഞ്ഞാൽ മതി, അതിനു മുൻപൊന്നും വേണ്ട. അതൊക്കെ കൊണ്ടാണ് എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. ലക്ഷ്മിയുടെ നിലപാടിൽ മാറ്റമുണ്ടോ? നിങ്ങൾക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.